അച്ഛൻ അങ്ങനെ വെളിയിലൊന്നും ഇറക്കാറില്ല അമ്മേനെ. അച്ഛനാണ് കൊണ്ടുപോയി വരെയൊക്കെ ചെയ്യണം. അപ്പം അതുകൊണ്ട് അമ്മയ്ക്കൊരു ഫ്രീഡം ഇല്ല. അതാണ് ഇങ്ങോട്ടൊക്കെ ആൾക്കാരൊക്കെ വരുമ്പോഴേ അച്ഛന് പേടി എന്ന് പറഞ്ഞാൽ അമ്മ പോവെന്നുള്ള പേടി. സ്നേഹം കൊണ്ടിപ്പോൾ അങ്ങനെ അമ്മ പോവെന്നുള്ള പേടിയുണ്ട്. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. തിരിച്ചങ്ങ് അമ്മയ്ക്കും അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് ആ രീതിയിൽ ഞാൻ നാളെ അമ്മ അസീന വന്നില്ലെങ്കിൽ ഞാൻ ചാവും എന്ന് പറഞ്ഞോണ്ടിരിക്കും. അച്ഛനെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും വിചാരിച്ചു. ഇവ ഒറ്റൊരുത്തൻ കാരണമാണ് എൻ്റെ അച്ഛനും അമ്മയും പോയത്. ഞാൻ ഇനി ഇപ്പം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ എൻ്റെ അനിയത്തിനെ നോക്കാം. അനിയത്തിയെ എന്തായാലും ഹോസ്റ്റലിൽ നിർത്താൻ താല്പര്യം ഇല്ല. എൻ്റെ അവൻ കാല് തട്ടിയപ്പോഴും അച്ഛൻ കഴുത്ത് പിടിച്ച് വെക്കണമെന്ന് വിചാരിച്ചത്. അറിഞ്ഞില്ല. അറിഞ്ഞ ഉടനെ അവൻ മാറ്റിയതെന്ന് അവൻ പറഞ്ഞു. ഇരുട്ടത്തായതുകൊണ്ട് അവൻ ശ്രദ്ധിച്ചില്ല. അവൻ പറഞ്ഞു അമ്മേനെ അപ്പോഴും ഞാൻ കണ്ടില്ല, അല്ലെങ്കിൽ അമ്മേനെ ഞാൻ അമ്മേനെ അല്ലെങ്കിൽ അച്ഛനെ പിടിച്ച് മാറ്റിയതേ എന്ന് പറഞ്ഞു. നിലവിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല ഇതിന് പിന്നിലുള്ളത് എന്നത് നമുക്കൊക്കെ അറിയാം. പക്ഷേ അതിൻ്റെ ഒരു വ്യക്തത ഇതുവരെ പുറത്തു വന്നിട്ടില്ല. സാഹചര്യം നമുക്ക് മനസ്സിലാകുമ്പോളെ ഹസീനയുടെ മൂത്ത മകളാണ് നമ്മളോടൊപ്പം ഉള്ളത്. ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ കേൾക്കുന്നുണ്ടല്ലോ ഉമ്മയെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും ഒക്കെ പറയുന്ന കാര്യങ്ങൾ. എന്താണ് ശരിക്കും ഉണ്ടായത് മോളെ ഇവിടെ? നേരത്തെ എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പ്രശ്നം നേരത്തെ ഉണ്ടായിരുന്നു, അടി വഴക്ക് അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ വലുതായിട്ട് അടി പിടിയൊന്നും ഇല്ല. വാക്ക് തർക്കമൊക്കെ ഉണ്ട് ആൾക്കാരെ തമ്മിൽ. പക്ഷെ കഴിഞ്ഞ മാസം മുതൽ അമ്മയുടെ പെരുമാറ്റമൊക്കെ മാറ്റമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കിയില്ല. അമ്മയുടെ കൂട്ടുകാരൻ്റെ കാര്യം നമുക്കൊക്കെ അറിയായിരുന്നു. അവൻ്റെ പേര് ഹരി എന്നാണ്. അവൻ്റെ കാര്യമൊക്കെ നമുക്ക് അമ്മ പറഞ്ഞെല്ലാം മനസ്സിലാക്കി എല്ലാം അറിയാം. അച്ഛനടുത്ത് പറയില്ലെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ പ്രശ്നമാകും. അച്ഛന് ഇച്ചിരി സംശയരോഗം ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ വലുതായിട്ട് അടിയാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല. അങ്ങനെ എല്ലാവരും സംസാരിച്ച് അങ്ങനെയൊക്കെ ഇരുന്നപ്പോഴേ 30-ാം തീയതി അമ്മ ഇറങ്ങിപ്പോയി. നമ്മളറിഞ്ഞില്ല. അച്ഛൻ പെട്ടെന്നൊന്ന് എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണക്കി അമ്മ പോയൊരു മെസ്സേജ് ഇട്ടേന്ന് പറഞ്ഞു. അമ്മ അച്ഛന് ടെൻഷൻ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് എവിടെ പോയി കാണും. അവർ വീട്ടിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ പോയില്ല, അപ്പച്ചി വീട്ടിൽ പോയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും എനിക്ക് ഡൗട്ട് നേരെ അവൻ്റെ അടുത്താണ് പോയത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറേ നാളുകൊണ്ട് പെരുമാറ്റവും എല്ലാം എന്ന് പറഞ്ഞാൽ അമ്മ നമ്മുടെ അടുത്ത് സംസാരിക്കുന്ന രീതി എല്ലാം മാറി വന്നു ഒരാഴ്ച കൊണ്ട്. മോള് ചോദിച്ചായിരുന്നു അമ്മയോട് എന്താ സംഭവിക്കുന്നുള്ളത്? അമ്മ ചോദിച്ചില്ല. അമ്മയുടെ നമ്മൾ ഇങ്ങോട്ട് നമ്മൾ ഫ്രണ്ടായിട്ടൊരു രീതിയായിരുന്നു. പറഞ്ഞ ചങ്ക്സ് എന്ന് പറയുന്ന രീതിയിലായിരുന്നു. പക്ഷെ അമ്മ വന്നൊന്നും അങ്ങനെ വലുതായിട്ട് അമ്മ സംസാരിക്കില്ല. ഞാനും വലുതായിട്ട് അമ്മ ഇങ്ങോട്ട് മിണ്ടാത്തോട് ഞാനും വലുതായിട്ട് അമ്മ എന്തായാലും എൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറയുമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പ്രശ്നമൊക്കെ അമ്മ ഇറങ്ങിപ്പോയി പേടിച്ചിട്ട് അനിയത്തിയും കൊണ്ടാണ് പോയത്. അതും ടെൻഷനായി നമ്മൾ നേരെ ഉമ്മയുടെ അടുത്തേക്ക്. ഉമ്മയെടുത്ത് പറഞ്ഞത് ഉമ്മിക്ക് മനസ്സിലായി. ഉമ്മിക്ക് അറിഞ്ഞൂടാ ആരാണ് ഇത് അറിഞ്ഞൂടാ. ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛനെ ടെൻഷൻ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന പരാതി കൊണ്ട് കൊടുക്കുക. മിസ്സിങ് കേസിൽ പരാതി കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ പരാതി കൊണ്ട് കൊടുക്കാൻ വേണ്ടി അങ്ങ് പോയി. പരാതി കൊടുക്കുന്നതിന് മുന്നേ അവിടെ അച്ഛൻ നേരെ പോയി വെള്ളം അടിച്ച് വീട്ടിൽ പോയി. ടെൻഷൻ കൊണ്ട് ഒരു ദിവസം നോക്കി. 30-ാം നമ്മൾ പരാതി കൊടുക്കുക. അത് ഉണ്ടാതിരുന്ന ഓരോ ദിവസം നമുക്ക് രാത്രി ഉറക്കമില്ല. അച്ഛൻ സംസാരമോടെ അസുഖമില്ലാതെ എനിക്ക് പറ്റില്ല, അസുഖം ഇല്ലെങ്കിൽ ഞാൻ ചാവൂ എന്നൊക്കെ പറഞ്ഞോട്ട് കരച്ചിലും ഞങ്ങളൊക്കെ അറിഞ്ഞു. എനിക്ക് ഉറക്കമില്ല. എൻ്റെ അടുത്ത് അമ്മ വരുമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത്. അച്ഛനും ഭയങ്കര ഇഷ്ടമാണ്. തിരിച്ചങ്ങ് അമ്മയ്ക്കും അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് ആ രീതിയിൽ ഞാൻ നാളെ അമ്മ അസീന വന്നില്ലെങ്കിൽ ഞാൻ ചാവും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അച്ഛൻ എന്താക്കിയാലും അച്ഛൻ സംസാരിക്കണം. അവിടെ ഉമ്മയുടെ വീട്ടിലാണ്. അപ്പോൾ അങ്ങനെ ടെൻഷൻ കൊണ്ടാകുന്ന ചെറുതായിട്ട് ഉറങ്ങിയിട്ട് വീണ്ടും അച്ഛൻ വിളിച്ച് ഉണർത്തി തന്നെ. അച്ഛന് ആദ്യം കൊണ്ടിരിക്കുന്നുണ്ട്. അച്ഛൻ ഉറങ്ങിയില്ല. പിന്നെ വെളുപ്പാൻ രാവിലെ ഉറക്കണീറ്റ് അച്ഛനെ വിളിച്ച് സംസാരിച്ച് എന്നോട് ചോദിച്ച് നമുക്ക് ഇങ്ങ് പോവാം, ഞാൻ എൻ്റെ കൂട്ടുകാരനെ നമുക്ക് ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങ് പോയ ആളാണ്. അങ്ങനെ കൂട്ടുകാരുടെ അടുത്തിപ്പോൾ ചോദിച്ചപ്പോൾ കൂട്ടുകാരനാണ് ഫോട്ടോയൊക്കെ നമുക്ക് അയച്ചത്. അങ്ങനെ അറിഞ്ഞപ്പോഴും അച്ഛൻ
ചുറ്റുകൂടെ ഇതായിപ്പോയി. അവിടുത്തെ ബിയറും എല്ലാം കൊണ്ട് വീട്ടിൻ്റെ വെളിയിൽ നിന്ന് കാറിനകത്ത് നിന്നാണ് എലി വിഷമൊക്കെ എടുത്ത് കഴിച്ചിട്ട് കയറി വന്നു. നമ്മൾ ചോദിച്ചാൽ അച്ഛൻ തീരെ ചെയ്യണം. ആദ്യം പറഞ്ഞ് കഴിച്ചെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് പറഞ്ഞ് ഇല്ലടാ മക്കളെ കഴിച്ചില്ല, പറ്റിച്ചതാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അകത്ത് കയറി അതിരുന്നപ്പോൾ പോട്ടെ അച്ഛാ, ഇപ്പം നമുക്ക് ഗ്യാസ് കൊണ്ട് കൊടുക്കാം, ഇവിടെ കണ്ട മണ്ണന്തല പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. കൊടുക്കാമെന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഗ്ലാസ് കൊണ്ടുവന്ന് അനിയൻ്റെ അടുത്ത് പറഞ്ഞ് ഗ്ലാസ് എടുത്തുകൊണ്ട് വാന്ന് പറഞ്ഞ് ഗ്ലാസ്സിൽ ഇരിക്കുന്ന വിഷം. മുളക് കണ്ടിട്ട് പിടിച്ചു വാങ്ങിച്ചപ്പോൾ അച്ഛൻ പിടിച്ചു വെച്ച് അച്ഛൻ അതിലൊഴിച്ച് കുടിച്ച് വീണ്ടും കുടിച്ച് ഇത് കളഞ്ഞപ്പോൾ നമ്മൾ ആ ഗ്ലാസ് പിടിച്ചു വെച്ച് നമ്മൾ കൊണ്ട് കഴുകി. പിന്നെ അതിൻ്റെ അകത്ത് വല്ല വിഷം ഇരിക്കണമെന്ന് പോയി നോക്കിയപ്പോൾ ഒരു പാക്കറ്റും കൂടെ ഇരിക്കട്ടെ. അതും കൂടെ കൊണ്ട് കളഞ്ഞിട്ട് നമ്മളത് കഴുകിയിട്ട് നമ്മൾ ആശുപത്രി കൊണ്ടുപോകാമെന്ന് മാമ വന്നപ്പോൾ മാമ പിടിച്ച് വലിച്ച് പറഞ്ഞില്ല, ഒരു നടക്ക് രക്ഷപ്പെടാൻ പറഞ്ഞില്ല. അപ്പം നമുക്ക് അങ്ങനെ നമ്മൾ വിചാരിച്ചെങ്കിൽ ഗ്യാസ് കൊണ്ടെടുത്ത് അമ്മയെ വരുത്തിക്കണം എന്നാലേ പറ്റുള്ളൂ വിചാരിച്ചു. അങ്ങനെ നേരെ എന്തിനും ഇത് നമുക്ക് പോകാൻ വേണ്ടി ഇരുന്നപ്പോൾ അച്ഛൻ നേരെ ബിയർ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വന്നിട്ട് ഭയങ്കരമായിട്ട് ഛർദ്ദിച്ച്. നമ്മളതും വൃത്തിയാക്കിയിട്ടാണ് നേരെ പറഞ്ഞത്. ഞാൻ പറഞ്ഞു നമ്മളിനി വരൂല, നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പറഞ്ഞത്. അച്ഛൻ അങ്ങോട്ട് വരണം, നമ്മൾ ഗ്യാസ് കൊണ്ട് കൊടുത്തിട്ട് നേരെ ഇനി വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങി വന്നു. എന്നിട്ട് നേരെ ഗ്യാസ് കൊണ്ട് കൊടുക്കാൻ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് മിസ്സിങ് ഗ്യാസ് ആണെന്ന് പറഞ്ഞ് കൊടുക്കാണ്ടിരുന്നപ്പോൾ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെയാണ് മാറ്റങ്ങളുണ്ടാകുന്നു. ഫോട്ടോ ഒക്കെ കിട്ടി. ആളെ നമ്പരെ വിളിച്ചപ്പോൾ ആള് വിളിച്ച് നോക്കി. ഉമ്മയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം വരാൻ എന്താ കാരണം? അച്ഛൻ സ്നേഹത്തോടെ ആയിരുന്നില്ലേ ഉമ്മയോട് പെരുമാറിയിരുന്നത്? സ്നേഹത്തോടെ പെരുമാറുന്നത് പറഞ്ഞാൽ അത് നേരത്തെയൊക്കെ ഭയങ്കര അടിയും വഴക്ക്, അത് സംശയത്തിലല്ല ഞാൻ അങ്ങനെയാണ് നോക്കിയിട്ടുള്ളത്. അച്ഛൻ അങ്ങനെ വെളിയിലൊന്നും ഇറക്കാറില്ല അമ്മേനെ. അച്ഛനാണ് കൊണ്ടുപോയി വരെയൊക്കെ ചെയ്യണം. അപ്പം അതുകൊണ്ട് അമ്മയ്ക്കൊരു ഫ്രീഡം ഇല്ല. അതാണ് ഇങ്ങോട്ടൊക്കെ ആൾക്കാരൊക്കെ വരുമ്പോഴേ അച്ഛന് പേടി എന്ന് പറഞ്ഞാൽ അമ്മ പോവുന്നുള്ള പേടി, സ്നേഹം കൊണ്ടപ്പോൾ അങ്ങനെ അമ്മ പോവുന്നുള്ള പേടിയുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ അതിൻ്റെ കെയറിങ് അത് ഇപ്പുറത്തുള്ള ആർക്ക് മനസ്സിലായില്ല. അത് സംശയമാണെന്ന് വിചാരിച്ച് അച്ഛന് കെയറിങ് ആയിരുന്നു. അത് അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ അതുകൊണ്ടാണ് കെയർ ചെയ്തുകൊണ്ട് നടന്നത്, അതുകൊണ്ടല്ല ഇങ്ങനെ പുറത്തൊന്നും ഞാൻ വിടാത്തോണ്ട് മനഃപൂർവ്വമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മോള് പറഞ്ഞ ഇയാളായിട്ട് ഉമ്മയ്ക്ക് എങ്ങനെയാണ് ഒരു സൗഹൃദം വരുന്നത്? അമ്മയുടെ കൂട്ടുകാരനായിരുന്നു, ഒപ്പം പഠിച്ച പഠിച്ച കൂട്ടുകാരനായിരുന്നു. അവൻ നമ്മൾ സംസാരിച്ചിട്ടെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് സംസാരിച്ചാൽ മാത്രമേ ഉള്ളൂ. പിന്നെ വീഡിയോ കോളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ നമ്മൾ കാണാത്തോണ്ട് അതിൻ്റെ വരാനും പറ്റില്ല. അച്ഛന് ഒക്കെ ആയതുകൊണ്ട് നമ്മൾ വരാൻ പറ്റില്ല. അതുകൊണ്ടായിരിക്കും വിചാരിച്ചിട്ട് നമ്മൾ പറഞ്ഞു വിട്ടു. പിന്നെ നമ്മുടെ പെരുമാറ്റമൊക്കെ മാറിയതുകൊണ്ട് നമ്മൾ വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ചില്ല. പിന്നെ അവിടെ പ്രശ്നം കഴിഞ്ഞ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ പരാതിയിൽ പരാതിയും ഫോട്ടോയും മിസ്സിങ് ആയ 2 പേരെ ഫോട്ടോയും കാണാമെന്ന് പറഞ്ഞു. അതെടുക്കാൻ പോയപ്പോഴേക്കും പോലീസിന് ആൾക്കാർ വിളിച്ചിട്ട് പറഞ്ഞ് മക്കളെ അമ്മേനെ വിളിച്ചിട്ട് കിട്ടി, 1-ാം തീയതി വൈകുന്നേരം വരുമെന്ന് പറഞ്ഞ് നമ്മളെല്ലാം പറഞ്ഞെല്ലാം മനസ്സിലാക്കി പറഞ്ഞെല്ലാം പരാതിയൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നു. നമ്മൾക്ക് ഒരിതായി നമുക്ക് കുഴപ്പമില്ലാന്ന് വിചാരിച്ചു. പിന്നെ അച്ഛൻ്റെ ടെൻഷൻ ഉണ്ടായിരുന്നു. അച്ഛൻ എലിവേഷൻ കഴിച്ചേക്കുമ്പോൾ അച്ഛൻ എങ്ങനെയായിരിക്കും പറഞ്ഞു. കുറേ മിനിറ്റ് അച്ഛനെ വിളിച്ചിട്ട് നമ്മൾ കാര്യം പറഞ്ഞു. അച്ഛാ നമുക്ക് അമ്മ വരുമെന്ന് പറഞ്ഞ് നാളെ അടിക്കാതെയൊക്കെ വരണേ, പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു മക്കളെ അമ്മ വരൂ, നമ്മളിവിടെ വരുമോ, അപ്പോൾ അവൻ്റെ കൂടെ പോവൂ എന്ന് പറഞ്ഞു. ഇല്ല അച്ഛാന്ന് പറഞ്ഞു. ഇല്ല അച്ഛാ നമുക്ക് അമ്മ വരും, നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, നമ്മൾ ഇത്രയും പേരില്ല, നമ്മളെ ഒറ്റയ്ക്കിട്ട് അമ്മ ചിലപ്പോൾ അച്ഛനടുത്ത് വല്ല അഴക്കാക്കി അതിൻ്റെ ഒരു ഇതിലായിരിക്കും പോയേ, അവൾ വരും, നമ്മൾ സംസാരിച്ച് മനസ്സിലാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വെച്ച്. പിന്നെ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞ് ഒരു കോള് വരണം. 7 മണിയൊക്കെ ആയപ്പോൾ അച്ഛൻ്റെ നിന്ന് കോള് വരണം. പേറുക്കട ഹോസ്പിറ്റലിൽ സുരേഷിൻ്റെ ആരാണെന്ന് ചോദിച്ചു. അങ്ങനെ മോളാണ്, പേറുക്കട ഹോസ്പിറ്റലാണ്, സുരേഷ് ഇവിടെ വന്നിട്ടുണ്ട്, എലിവേഷൻ കഴിച്ചിട്ടുണ്ട്, ആ വിഷം അടിച്ച് കളയാമെന്ന് പറയണം, മെഡിക്കൽ കോളേജിൽ പോകണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പേടിച്ചിട്ട് നേരെ ഇവിടെ നിന്ന് ആരും ഇല്ലാത്തത് നമ്മളങ്ങനെ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ ആ പരിചയമുള്ള ആരും ചേട്ടനെ വിളിച്ചുകൊണ്ടാണ് പോയത്.
സാറിനെ വിളിച്ചുകൊണ്ട് അവർ പറഞ്ഞ് വണ്ടിയൊന്നും ഓട്ടിക്കാൻ പറ്റില്ല, ആളെ കൊണ്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് നമ്മളിവിടെ നിന്ന് എടുത്തുകൊണ്ട് നേരെ അങ്ങൊക്കെ പോയി അത് ഇതെല്ലാം ചെയ്ത് സ്കാനൊക്കെ ചെയ്തിട്ട് അച്ഛൻ അവിടെ ഇരിക്കണമെന്ന് നിൽക്കണം, മൂക്കിലിടണമെന്നൊക്കെ പറഞ്ഞു. മൂക്കിൽ നേരത്തെ വിഷം കഴിച്ചിട്ടുള്ള ആളാണ്, അതുകൊണ്ട് വായിക്കൂടെയാണ് അടിച്ച് കളഞ്ഞിട്ടുള്ളത്. ഇതിപ്പം മൂക്കിൽ കൂടെ ഇടണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛനും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വലിച്ചൂരിയിട്ട് ഓടിയൊക്കെ വന്ന് ഇവിടെ വീട്ടിൽ വന്ന് നമ്മൾ കാര്യം ഇരുന്ന് സംസാരിച്ചു. 2 മണി വരെ ഇരുന്ന് സംസാരിച്ചു. അച്ഛാ പറഞ്ഞ മനസ്സിലാക്കി, നമുക്ക് പറഞ്ഞല്ല അമ്മ വരുമെന്ന് പറഞ്ഞല്ല, നമുക്ക് അമ്മയുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയപ്പോഴേക്കും അച്ഛനും വെപ്രാളം തുടങ്ങി. അങ്ങനെ അച്ഛൻ തന്നെ വണ്ടി ഓട്ടിച്ച് നമ്മൾ ഇത്രയും പേരും കാറും കൊണ്ട് നമ്മൾ അങ്ങ് പോയി അവിടെ എവിടെയൊക്കെ കൊണ്ട് ഒതുക്കിയിട്ടിട്ടുണ്ട്. ആരൊക്കെ ഉണ്ടായിരുന്നു? 4 മക്കളാ? ഞാനും എൻ്റെ 2 അനിയന്മാരും ഉമ്മിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇളയ ആളും ഇല്ല നമ്മളോട്, അമ്മയുടെ കൂടെ ആയിരുന്നു. അപ്പം അതിൻ്റെ ഒരു ആദ്യം അച്ഛൻ്റെ ഒരു ഇതും കൊണ്ട് നമ്മൾ വീണ്ടും പോയപ്പോൾ അവർ പറഞ്ഞ് ആ OP എല്ലാം കൊണ്ട് കൊടുത്തു കളഞ്ഞ്, നിങ്ങൾ വരാത്തെന്താ അങ്ങനെയാണ് ഇങ്ങനെ മറിച്ചിടന്നൊക്കെ പറഞ്ഞ് അവിടെ നമുക്ക് ഒരു പ്രശ്നമൊക്കെ ആയി. പിന്നെയും വീണ്ടും OP ടിക്കറ്റ് എടുത്ത് വീണ്ടും എല്ലാം ചെയ്ത് ഒരു വഴിയായി. നമ്മൾ പൈസ എല്ലാം തീർന്നു. പിന്നെ ഇരുന്ന പൈസയ്ക്ക് അവിടെ നിന്ന് നമ്മളിതെല്ലാം ചെയ്ത് കൊണ്ട് കൊടുത്തപ്പോൾ അവർ പറഞ്ഞ് 3 ദിവസം കിടക്കേണ്ടി വരുമെന്ന്. ആ വാശിക്ക് ഇറങ്ങിപ്പോയതിൻ്റെ വാശിക്ക് അവർ 3 ദിവസം വീണ്ടും കിടത്തി. അച്ഛനത് പറ്റൂല. അച്ഛന് അമ്മ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഇതിൽ അമ്മയോട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ പോലീസ് അച്ഛൻ വരേണ്ട ആവശ്യമില്ല എന്ന് പോലീസ് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഇല്ല, എനിക്ക് അസീനെ കാണണം, അസീനത്ത് മിണ്ടണം, എനിക്ക് ഇത്രയും ദിവസം ഞാൻ പിടിച്ചിരുന്നു, എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ വന്നപ്പോൾ ആദ്യം സംസാരിച്ച്. പിന്നെ ഞാൻ അച്ഛൻ്റെ കൂടെ നിന്നെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് സംസാരിച്ചില്ല. എന്ന് പറഞ്ഞാൽ 2 ആൾക്കാരുടെ ഭാഗത്ത് തെറ്റുണ്ട്. അത് നമ്മൾ തെറ്റൊന്നും ഇല്ല എന്ന് പറയണില്ല, ഒരാളെ പാത്രം കുറ്റം പറയണില്ല. നമ്മൾ 2 ആളെ ഭാഗത്തും തെറ്റുണ്ട്. ഒരാളൊന്ന് താന്ന് നിന്നായിരുന്നു, അച്ഛൻ കാല് പിടിക്കുന്ന അവസ്ഥയിൽ വരെ നിന്ന്. പിന്നെ അച്ഛൻ കാല് പിടിക്കുന്ന അവസ്ഥ വരെ നിന്നിട്ട് പോലും അമ്മ വാശിക്ക് തന്നെ നിന്നു. അമ്മ പറഞ്ഞ് മനസ്സ് മാറ്റിച്ചു എന്നുള്ള ഇത് നമ്മളമ്മ നമുക്കറിയാമല്ലോ, ഇത്രയും വർഷം നമുക്കറിയാമായിരുന്നല്ലോ എൻ്റെ നമ്മളമ്മയെ. പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് അവൻ മാറ്റിച്ചെന്ന് പറഞ്ഞാൽ അവൻ നല്ല ഇതായിരുന്നു. അവനാണ് കാരണം. അവൻ കാരണമാണ് ഇപ്പം നമ്മൾ ഇത്രയും ഇതായിപ്പോയത്. അങ്ങനെ ഇപ്പം അങ്ങനെ അങ്ങനെ സംസാരിച്ച് അവൻ വിളിച്ചുകൊണ്ടിരിക്കണം അമ്മേനെ. അമ്മ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി കൊടുത്തു. ഉമ്മയടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി, ഉമ്മയടുത്ത് പറഞ്ഞു കൊടുത്ത് അമ്മയുടെ മുന്നിൽ വെച്ച് സംസാരിക്കല്ലെന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി കൊടുത്തു, കുറേ മനസ്സിലാക്കി കൊടുത്തു. മോള് പരാതി കൊടുത്തിരുന്നോ? പിന്നെ ഇപ്പോൾ ഈ സംഭവം നടന്നതിന് ശേഷം, ഈ കൊലപാതകം നടന്നതിന് ശേഷം ആ പരാതി നമ്മളത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചോണ്ട് പോയപ്പോഴും അവർ നമ്മുടെ അടുത്ത് ചോദിച്ച് നമ്മൾ ഈ ആറേക്ക് അച്ഛനും വെപ്രാളം തുടങ്ങി. അങ്ങനെ അച്ഛൻ തന്നെ വണ്ടി ഓട്ടിച്ച് നമ്മൾ ഇത്രയും പേരും കാറും കൊണ്ട് നമ്മൾ അങ്ങ് പോയി അവിടെ എവിടെയൊക്കെ കൊണ്ട് ഒതുക്കിയിട്ടിട്ടുണ്ട്. ആരൊക്കെ ഉണ്ടായിരുന്നു? 4 മക്കളാ? ഞാനും എൻ്റെ 2 അനിയന്മാരും ഉമ്മിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇളയ ആളും ഇല്ല നമ്മളോട്, അമ്മയുടെ കൂടെ ആയിരുന്നു. അപ്പം അതിൻ്റെ ഒരു ആദ്യം അച്ഛൻ്റെ ഒരു ഇതും കൊണ്ട് നമ്മൾ വീണ്ടും പോയപ്പോൾ അവർ പറഞ്ഞ് ആ OP എല്ലാം കൊണ്ട് കൊടുത്തു കളഞ്ഞ്, നിങ്ങൾ വരാത്തെന്താ അങ്ങനെയാണ് ഇങ്ങനെ മറിച്ചിടന്നൊക്കെ പറഞ്ഞ് അവിടെ നമുക്ക് ഒരു പ്രശ്നമൊക്കെ ആയി. പിന്നെയും വീണ്ടും OP ടിക്കറ്റ് എടുത്ത് വീണ്ടും എല്ലാം ചെയ്ത് ഒരു വഴിയായി. നമ്മൾ പൈസ എല്ലാം തീർന്നു. പിന്നെ ഇരുന്ന പൈസയ്ക്ക് അവിടെ നിന്ന് നമ്മളിതെല്ലാം ചെയ്ത് കൊണ്ട് കൊടുത്തപ്പോൾ അവർ പറഞ്ഞ് 3 ദിവസം കിടക്കേണ്ടി വരുമെന്ന്. ആ വാശിക്ക് ഇറങ്ങിപ്പോയതിൻ്റെ വാശിക്ക് അവർ 3 ദിവസം വീണ്ടും കിടത്തി. അച്ഛനത് പറ്റൂല. അച്ഛന് അമ്മ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഇതിൽ അമ്മയോട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ പോലീസ് അച്ഛൻ വരേണ്ട ആവശ്യമില്ല എന്ന് പോലീസ് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഇല്ല, എനിക്ക് അസീനെ കാണണം, അസീനത്ത് മിണ്ടണം, എനിക്ക് ഇത്രയും ദിവസം ഞാൻ പിടിച്ചിരുന്നു, എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞിരുന്നപ്പോൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി അവിടെ ഇരുന്നപ്പോഴേക്കും 2 വെളുപ്പിൽ എത്ര ആയി സമയമൊക്കെ ആയപ്പോഴേക്കും പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോൾ വരണേ. സുരേഷിന് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വലിയ കോൾ വന്നായിരുന്നു. പറഞ്ഞ് അച്ഛനൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോഴേ അച്ഛൻ ഫോൺ പിടിച്ചാൽ ചോദിച്ച് ഞാനാണ് സുരേഷ്, ബിസി കേസിന് എന്തിനായി എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ആരും മിസ് ചെയ്ത് ആരും എന്ത് ചെയ്തെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഇത് കൊടുത്തിട്ടില്ല. അവർ പറഞ്ഞ് നാളെ വരുമായിട്ട് എഴുതി കൊടുക്കണ്ടെന്ന് പറഞ്ഞു.
അപ്പം പറഞ്ഞ് അവിടെ നിന്ന് തന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അച്ഛന് ടെൻഷനായി. അപ്പോൾ അച്ഛൻ പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്ത് അത് കൊണ്ട് കൊടുത്തില്ലെങ്കിൽ അവർ കേസ് എടുക്കില്ല, അവർ വിളിക്കൂല, അമ്മേനെ വിളിക്കൂല. ആ ടെൻഷൻ മാറ്റാൻ വേണ്ടി നമ്മൾ ഞാനും ചേട്ടനും കൂടെ പോയി അവിടെ പോയി കൊടുത്തിട്ട് വന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ സംസാരിച്ചെന്ന് പറഞ്ഞപ്പം അച്ഛൻ നമ്മൾ സംസാരിച്ച് മോളെ പോലീസ് സ്റ്റേഷനിൽ ആൾ സംസാരിച്ച് നമ്മൾ അമ്മയെ വിളിച്ച് അമ്മ പറഞ്ഞ് അവിടെ നിന്ന് കയറിയതേ ഉള്ളൂ, പയ്യേ വരുള്ളൂ എന്ന് പറഞ്ഞപ്പോഴേ അച്ഛനെ നമ്മൾ വിളിച്ച് പറഞ്ഞ അച്ഛനെയാണ്. അപ്പോഴും കുറേ അതൊക്കെ ആയി. അച്ഛൻ അവിടെ നിന്നില്ല. 9 മണിയായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വന്നു. അത് വലിച്ചു ഊരിക്കളഞ്ഞ് 2000 സാധനം ട്രിപ്പ് ഇടാൻ വേണ്ടി ഇൻഡക്ഷനൊക്കെ ആയിരുന്നു. ആ സാധനം കൊണ്ടുവന്നിട്ട് അതൊക്കെ കൊണ്ട് ചാനലിനെ കൊടുത്തിട്ട് പറഞ്ഞ് ഇത് പൈസ കിട്ടും, കൊടുത്താൽ ആദ്യം നമ്മൾ ഉപയോഗിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അത് കൊടുത്താൽ ആദ്യം പറഞ്ഞ് ചാനലിനെ കൊടുത്തിട്ട് നമ്മൾ നേരെ ഇങ്ങനെ വീട്ടിൽ വന്ന് ടെൻഷൻ. അച്ഛൻ പറഞ്ഞു അമ്മ വരും നമ്മുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് മനസ്സിലാക്കി പറഞ്ഞ് മനസ്സിലാക്കാം. എന്നിട്ട് നേരെ സ്റ്റേഷനിൽ 4 മണിയായപ്പോൾ നമ്മൾ റെഡിയായി നേരെ വാച്ച് വിട്ട് അമ്മേനെ കാണുന്നു. അമ്മയും മോളും അവിടെ ഇരുന്ന് അമ്മ സംസാരിക്കുന്നു. അനിയത്തിയാണെങ്കിൽ നമ്മളെ കണ്ടിട്ട് ഒരു മൈൻഡും ഇല്ല, പേടിച്ച് വിറച്ചൊക്കെ ഇരിക്കും. നമ്മൾ കണ്ടപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. അല്ലെങ്കിൽ നമ്മളെ കണ്ട ഓടി വരണം. അവള് നമ്മളെ കാണുമ്പോൾ അവള് പേടിച്ച് വിറച്ചൊക്കെ നിൽക്കും. നമ്മൾ വിചാരിച്ച അവഞ്ഞ് വല്ലതും ചെയ്താവും വിരട്ടിയാ അതൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ കുറേ അങ്ങനെ ഇന്ന് പ്രശ്നമൊക്കെ കഴിഞ്ഞ് അവരുടെ അടുത്ത് സംസാരിച്ച് ഇവർ അവർ സംസാരിച്ച് സാറ് എന്നെ പറഞ്ഞ് എല്ലാം മനസ്സിലാക്കി കൊടുത്തു. ഇത്ര 4 മക്കളാണ്, അവരെ ജീവിതമാണ്, നിങ്ങളെ പോയിട്ട് അവരെ ആലോചിക്കണം, അതാണ് ഇതെന്ന് പറഞ്ഞ് സാറ് എന്നെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മളവിടെ സന്തോഷമായിട്ട് പോകാൻ പറഞ്ഞ് നമ്മൾ നേരെ ഇവിടെ വന്ന് ഉമ്മീനെയും അമ്മേനെ ഇവിടെ ആക്കിയിട്ട് നമ്മൾ അനിയത്തിക്ക് നല്ല വയ്യ, ഇളയ 3ാമത്തെ അവന് വയ്യായിരുന്നു, റോഷൻ വയ്യായിരുന്നു. അങ്ങനെ അവനെയും വിളിച്ചുകൊണ്ട് അവനെയും നമ്മൾ 5 പേരും കൂടെ പോയി ആശുപത്രി പോയി. ഇവിടെ ഇരുന്നപ്പോഴേ അച്ഛൻ പറഞ്ഞു അമ്മ മിണ്ടു എന്ന് ചോദിച്ചു. അമ്മ മിണ്ടു. അപ്പം ഇങ്ങനെയൊക്കെ പോയതുകൊണ്ട് അതിൻ്റെ ഇതിലായിരിക്കും അമ്മ മിണ്ടാത്തേന്ന് പറഞ്ഞു. ശരി മിണ്ടാതിരുന്ന ആശുപത്രിയൊക്കെ പോയിട്ട് തിരിച്ച് വീണ്ടും വന്നപ്പോൾ അമ്മ ഇവിടെ സോഫയിൽ ഇരിക്കുന്ന മോളവിടെ ഇരിക്കുന്നു, അച്ഛൻ ബാക്കിൽ ഇരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ട് വന്നപ്പോഴേ അമ്മ അവനെ തന്നെ അവൻ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കണം, അമ്മ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ അച്ഛൻ ആദ്യം ഏറി. അച്ഛൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അമ്മ ഇങ്ങനെ ഉണ്ട്, അച്ഛൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, വിളിക്കണ്ടെന്ന് പറയാം എന്ന് നമ്മൾ കുറേ പറഞ്ഞു കൊടുത്തു. അമ്മ മോളോട് സംസാരിച്ചിരുന്ന വീട്ടിൽ വന്നപ്പോൾ ആദ്യം സംസാരിച്ച്, പിന്നെ ഞാൻ അച്ഛൻ്റെ കൂടെ നിന്നെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് സംസാരിച്ചില്ല. എന്ന് പറഞ്ഞാൽ 2 ആൾക്കാരുടെ ഭാഗത്ത് തെറ്റുണ്ട്. അത് നമ്മൾ തെറ്റൊന്നും ഇല്ലയെന്ന് പറയണില്ല, ഒരാളെ പാത്രം കുറ്റം പറയണില്ല. നമ്മൾ 2 ആളെ ഭാഗത്തും തെറ്റുണ്ട്. ഒരാളൊന്ന് താന്ന് നിന്നായിരുന്നു, അച്ഛൻ കാല് പിടിക്കുന്ന അവസ്ഥയിൽ വരെ നിന്ന്. പിന്നെ അച്ഛൻ കാല് പിടിക്കുന്ന അവസ്ഥ വരെ നിന്നിട്ട് പോലും അമ്മ വാശിക്ക് തന്നെ നിന്നു. അമ്മയും പിന്നെ 2ാം തീയതി ആയപ്പോഴേക്കും ഇളയവനും ഒട്ടുമയം കുഴഞ്ഞ് അവന് വയ്യാത്തതുകൊണ്ട് അവനെ ആശുപത്രി കൊണ്ടുപോകാൻ അച്ഛൻ സംസാരിച്ചു. അപ്പം നീ ആരടാ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറിച്ചത്, ഞാൻ എൻ്റെ കൂടെ പോകാം, എൻ്റെ കൂടെ കിടക്കും, അങ്ങനെയാണ് മറിച്ചത്. അമ്മ പറയണതൊക്കെ കേട്ടപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. എൻ്റെ മൂത്തവരാണെങ്കിൽ ഇത് കേട്ടിട്ട് വൈകിട്ട് വന്നാണ് സംസാരിച്ചത് എൻ്റെ അടുത്ത്. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല അമ്മ ഇങ്ങനെയൊക്കെ മാറുമെന്ന്, അവൻ്റെ കൂടെ പോയപ്പോൾ ഇങ്ങനെയൊക്കെ മാറുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ല. ഇങ്ങനെയൊക്കെ അവൻ പറഞ്ഞ് മനസ്സ് മാറ്റിച്ചു എന്നുള്ള ഇത് നമുക്കറിയാമല്ലോ, ഇത്രയും വർഷം നമുക്കറിയാമായിരുന്നല്ലോ നമ്മളമ്മയെ. പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് അവൻ മാറ്റിച്ചെന്ന് പറഞ്ഞാൽ അവൻ നല്ല ഇതായിരുന്നു. അവനാണ് കാരണം. അവൻ കാരണമാണ് ഇപ്പം നമ്മൾ ഇത്രയും ഇതായിപ്പോയത്. അങ്ങനെ അത് അങ്ങനെ സംസാരിച്ച് അവൻ വിളിച്ചുകൊണ്ടിരിക്കണം അമ്മേനെ. അമ്മ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി കൊടുത്തു. ഇങ്ങടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി, ഇങ്ങടുത്ത് പറഞ്ഞു കൊടുത്ത് അമ്മയുടെ മുന്നിൽ വെച്ച് സംസാരിക്കല്ലെന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി കൊടുത്തു, കുറേ മനസ്സിലാക്കി കൊടുത്തു. മോള് പരാതി കൊടുത്തിരുന്നോ? പിന്നെ ഇപ്പോൾ ഈ സംഭവം നടന്നതിന് ശേഷം, ഈ കൊലപാതകം നടന്നതിന് ശേഷം ആ പരാതി നമ്മളത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചുകൊണ്ട് പോയപ്പോഴും അവർ നമ്മുടെ അടുത്ത് ചോദിച്ച് നമ്മൾ ഈ നമുക്ക് അറിയാമെന്നുള്ള ആളെ പേരും എല്ലാവരെയും ചോദിച്ച് അവിടെ എഴുതി വെച്ച് എല്ലാം എഴുതിയായിരുന്നു നമ്മൾ ശരിയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ ആളിൻ്റെ പേരോ അതിൻ്റെ ആളോ ആരോ ഒന്നും പറഞ്ഞില്ല. അച്ഛൻ ചെയ്തു
അച്ഛൻ ചെയ്തു, അമ്മ ഇങ്ങനെ ഇറങ്ങിപ്പോയി. അവൻ്റെ ഒരു പേരേ വന്നിട്ടില്ല, അവൻ്റെ ഒരു പേരും വന്നിട്ടില്ല. അവൻ നമ്മൾ പോലീസുകാർ തന്നെയാണോ എഴുതിയത്? പോലീസുകാരാണ്, പോലീസിലെ അവിടുത്തെ ആളാണ് നമ്മളെ കൊണ്ട് ചോദിച്ച് അവരാണ് എഴുതിയത്. അവർ നമ്മളെ വായിപ്പിച്ച് കേൾപ്പിച്ചതാണ്. ഇന്ന ആളാണ്, ഇന്ന ആളെ പേരും പറഞ്ഞ് എല്ലാം മനസ്സിലാക്കി എല്ലാം ചെയ്ത് കൊടുത്തത്. അവർ ഇത് അവിടെ പേരല്ല ഫ്രണ്ടെന്ന് പറഞ്ഞാണ് എഴുതി. പേര് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തതാണ്. ഹരി എന്ന് പറയുന്ന ആളാണെന്ന് പറഞ്ഞ് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തതാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് എല്ലാം ചെയ്ത് അവരെ എഴുതി തെറ്റിദ്ധരിച്ച് അവരെല്ലാം തെറ്റിപ്പോയതിനെ എല്ലാം കറക്റ്റാക്കി എഴുതി എല്ലാം നമ്മളൊന്ന് വാങ്ങിച്ച് എഴുതി ഒപ്പിട്ട് വാങ്ങിച്ച് അവിടെ വെച്ചിട്ടാണ് നമ്മൾ നേരെ ഇങ്ങ് പറഞ്ഞത്. നേരെ വന്നിട്ട് നമുക്ക് ടെൻഷനായിരുന്നു. അച്ഛൻ്റെ കാര്യത്തിൽ നമുക്കറിയാം എന്ന് പറഞ്ഞാൽ അമ്മ പോയി കഴിഞ്ഞാൽ അച്ഛൻ കാണില്ല, നമുക്ക് നല്ല ഉറപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ സ്വഭാവം നമുക്കറിയാമെന്നുള്ളതുകൊണ്ട് നമുക്കറിയാം. അങ്ങനെ ഞാൻ ഇവിടെ എല്ലാവരുടെ അടുത്ത് പറഞ്ഞു, അച്ഛൻ ജീവനോടെ കാണുമെന്ന് എനിക്ക് ഉറപ്പില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എനിക്ക് എന്നാലും അച്ഛൻ ചിലപ്പം ഉണ്ടെങ്കിൽ വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുന്നത്. ഇന്നലെ ആരും എൻ്റെ അടുത്ത് പറഞ്ഞില്ല അച്ഛൻ പോയെന്നൊന്നും ആരും പറഞ്ഞില്ല. ഇന്നലെ രാത്രി ഞാൻ ന്യൂസ് എടുത്ത് നോക്കിയപ്പോഴാണ് കാണുന്നത് അച്ഛൻ പോയി. ആരും എൻ്റെ അടുത്ത് പറഞ്ഞില്ല. ഞാൻ ഇതറിഞ്ഞപ്പോൾ എല്ലാവരും ഞാൻ ചോദിച്ചു, എല്ലാവരും എന്ത് എൻ്റെ അടുത്ത് മറച്ചച്ഛൻ ചോദിച്ചു. അപ്പം പറഞ്ഞു, നിങ്ങൾ ഈ അമ്മയുടെ അതിൽ നിൽക്കായിരുന്നില്ലേ, അതുകൊണ്ട് നമ്മൾ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു ദിവസം നിങ്ങൾ സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണെന്ന് പറഞ്ഞു. അത് അറിഞ്ഞപ്പോഴും ഞാൻ പേടിച്ച് അച്ഛനെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും വിചാരിച്ചു. ഇവ ഒറ്റൊരുത്താൻ കാരണമാണ് എൻ്റെ അച്ഛനും അമ്മയും പോയത്. ഞാൻ ഇപ്പം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ എൻ്റെ അനിയത്തിനെ നോക്കാം. എന്തായാലും ഹോസ്റ്റലിൽ നിർത്താൻ താല്പര്യം ഇല്ല. ആരെയും കൂടെ പോയി നിൽക്കണമെന്നില്ല. നമുക്കൊരു വീടുണ്ട്, ആ വീട്ടിൽ നിൽക്കും. ഉമ്മി നോക്കിക്കോളും. ഉമ്മി മാത്രമല്ല അച്ഛൻ്റെ കുടുംബത്തിൽ എല്ലാവരും നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഇവനെ വെറുതെ വിടാൻ നമുക്ക് പറ്റില്ല. ഇവൻ കാരണമാണ് എൻ്റെ അച്ഛനും അമ്മയും പോയത്. ഈ അരി കാരണമാണ് എൻ്റെ അച്ഛനും അമ്മയും പോയത്. അതുകൊണ്ട് അവനെ വെറുതെ വിടല്ലത് ഞാൻ പറയുന്നത്. പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയാതെ പോലീസ് ആൾക്കാരൊന്നും വിളിച്ചിട്ടുമില്ല, ഒന്നും ചോദിക്കാറില്ല. ഇതുവരെ ഈ സംഭവം നടന്നതിനെ കുറിച്ച് ഒന്നും ചോദിച്ചിട്ടില്ലേ? എന്താ ഇപ്പൊ കൊലപാതകം നടന്നതും അതിന്റെ ഭാഗമായിട്ട് മോക്ക് എന്താണ് പറയാനുള്ളതൊന്നും പോലീസ് ചോദിച്ചിട്ടില്ലേ? പോലീസൊന്നും ചോദിച്ചില്ല. അത് ഈ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയപ്പോഴും ലോക്കും എല്ലാം എടുത്ത് ചോദിച്ചുകൊണ്ട് പോയതാണ്. അത് കഴിഞ്ഞിട്ട് ഇന്നലെ മണ്ണന്തല പോലീസ് സ്റ്റേഷനിൽ കോള് വന്നപ്പോൾ ഞാൻ മാമൻ്റെ കൊടുത്ത് മാമ സംസാരിച്ച് മാമൻ പറഞ്ഞു അച്ഛനെ വണ്ടി കിട്ടിയെന്ന് മാത്രം പറഞ്ഞു. താക്കോലിന് സ്പെയർ കീ വല്ലതും ഉണ്ടാകും. വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. മാമന്മാരാണ് പറഞ്ഞത്, ആരാണ് കുറ്റക്കാരൻ, അവൻ്റെ കാര്യം നീ പറഞ്ഞില്ലേ, ഫ്രണ്ടെന്ന് പേര് മാത്രം വന്നിട്ടില്ല, അമ്മേനെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളിതെല്ലാം കേട്ടോണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അറിഞ്ഞപ്പോൾ അവനെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അമ്മ ഇങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തയിലേക്ക് വന്നപ്പോൾ നമുക്കൊരു വലിയ വിഷമം. ഇവൻ കാരണമാണ് ചെയ്തത്, ഇവൻ കാരണമാണ് നമ്മളെ ഇങ്ങനെ ആയിപ്പോയത്, നമ്മളിപ്പോൾ ഇങ്ങനെ നിൽക്കണത് എൻ്റെ അവസ്ഥ. എന്നിട്ട് ഇന്നലെ അവൻ എന്നെ ഉളുപ്പില്ലാതെ അവൻ എനിക്ക് മെസ്സേജ് ഇട്ടെങ്കിലും എന്ന് പറഞ്ഞ് കോൾ മീ എന്ന് പറഞ്ഞ് ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടിട്ട് ചോദിച്ചിട്ട് എന്നെ വിളിച്ചു. ഞാൻ അപ്പോഴും നമ്മളിൽ നമ്പരില്ലാത്തതുകൊണ്ട് നമ്പർ അയച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ ആ നമ്പർ നേരെ ഇവിടെ ഉള്ളവർക്ക് പരിചയമുള്ള ആൾക്കാർക്ക് കൊടുത്ത് അവരെന്തായാലും പോലീസ് സ്റ്റേഷനിൽ പറയാതെ പറഞ്ഞു. അവൻ എന്തിനാണ് ഇത് വിളിക്കണത് അറിഞ്ഞൂടെ, ഒത്തുതീർപ്പാക്കാനാണോ പ്രശ്നമാവാതിരിക്കാനാണോ ഒന്നും അറിഞ്ഞൂടെ. എന്നാലും അവൻ കാരണമാണ് ഇത്രയും പ്രശ്നം ആക്കിയല്ലേ ഇതുവരെ ആക്കിയത് അവൻ കാരണം. അവനെ വെറുതെ വിടല്ലെന്ന് ഞാൻ സത്യം തന്നെ താഴ്മയായിട്ട് ഞാൻ ഇതാക്കിയത്. ഞാൻ ആരെ വേണോ കാല് പിടിക്കുക, അവനെ മാത്രം വെറുതെ വിടുന്നു. അപ്പം അവൻ ഈ സ്ഥലത്തില്ല എന്ന് പറഞ്ഞു. പോലീസ് വിളിച്ച് സ്ഥലത്തില്ല, ഫോട്ടോ അയച്ച് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അവൻ ഇത് അറിഞ്ഞപ്പോഴേ അവൻ മുങ്ങിക്കളഞ്ഞു. ഇയാളെ കൂടെ ഉമ്മ പോയപ്പോൾ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നത് ഇളയ അനിയത്തിയല്ലേ? അപ്പോൾ അനിയത്തിനോട് ഇപ്പോൾ സംസാരിച്ചിരുന്നോ? കുഞ്ഞെന്താ പറയുന്നത്? ശരിക്കും അവിടുന്ന് എന്താ സംഭവിച്ചത്? എന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞതായിട്ടോ? അവളടുത്ത് നമ്മൾ ചോദിച്ചു. അവൾ വീട്ടിൽ വരുന്നതിന് മുന്നേ ആശുപത്രി പോയപ്പോൾ ഞാൻ പയ്യെ ചോദിച്ചായിരുന്നു, എന്നെ അമ്മ പോയപ്പോൾ എന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് രാവിലെ അവളങ്ങനെ വിളിച്ച് ഉണർത്താൻ സാധ്യതയില്ല. അപ്പം ഡൗട്ടായി അമ്മ മണിക്കൂറും വിളിച്ചുകൊണ്ടായതാണ് മനസ്സിലായത്. അപ്പോൾ ഇവളെ വിളിച്ചുണർത്തിയിട്ട് ചോദിച്ച്
നീ എൻ്റെ കൂടെ വരണം ചോദിച്ചപ്പം അവൾക്ക് അമ്മയെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇവിടെ വേണോ വരാമെന്ന് ഒന്നും പറഞ്ഞില്ല, ഇവിടെ വേണോ വരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് അമ്മ ചേച്ചി ഇത് പറയല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും മിണ്ടിയില്ല, പറയാതെ അവൾ ഇറങ്ങിപ്പോയപ്പോഴാണ് ഒരു ബൈക്കിൽ ഒരാളെ കൂടെ പോയി. അവിടെ നിന്ന് അങ്ങനെ പെട്രോൾ അടിച്ച് നേരെ ബസ്സിൽ കയറി അങ്ങനെയാണ് പോയി ചെന്നൈ വരെ പോയെന്നാണ് പറഞ്ഞത്. ചെന്നൈയിൽ നിന്ന് ഒരു റൂം എടുത്ത് ഉറങ്ങിയെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഉറങ്ങിയിട്ട് അവിടെ നിന്ന് പോലീസ് വിളിച്ചപ്പോഴാണ് തിരിച്ചു വന്ന് വീട്ടിൽ പോവാനാണ് ഇരുന്നത് എന്നാണ് അവൾ പറഞ്ഞത്. അതിൽ കൂടുതൽ അവൾക്ക് നിർബന്ധിക്കാനൊന്നും അവൾക്ക് സംസാരിക്കാനും പറ്റില്ല. അവൾക്ക് പെട്ടെന്ന് മെൻ്റലി പെട്ടെന്ന് അമ്മേനെ ഓർക്കുമ്പോൾ അവൾ കരയുന്നുണ്ട്, നമുക്കൊന്നും ഞാൻ പറയാനും പറ്റില്ല. പിന്നെ ഇടയ്ക്കൊക്കെ ഒരു ചേട്ടൻ വരുന്നുണ്ട്, ആ ചേട്ടൻ്റെ കൂടെയാണ് അവൾ സന്തോഷമായിട്ടായിരിക്കുന്നത്. ആ ചേട്ടനടുത്ത് അങ്ങനെ ഇപ്പം ഇന്നലെ വഴക്കൊക്കെ ആയതുകൊണ്ട് ആ ചേട്ടന് പോകണ്ടേ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരെല്ലാവരും വഴക്കുറവ്. ആ ചേട്ടന് ജോലിയൊക്കെ ഉള്ളതല്ലേ, അങ്ങനെ പിടിച്ച് നിർത്താൻ പറ്റില്ല, അവരെ കൂടെ പോകാൻ പറ്റില്ല, അതൊക്കെ ബന്ധുക്കളൊക്കെ പറഞ്ഞു. അതുകൊണ്ട് അവൾ ആ ഇതിലൊക്കെ നിൽക്കുകയാണ്. അപ്പം ആൾക്കാരൊക്കെ വരുമ്പോൾ അവരുടെ അടുത്ത് ആരും പോയില്ല, എൻ്റെ അടുത്ത് മാത്രമേ ഇരിക്കുള്ളൂ. പിന്നെ അവൾക്ക് പരിചയമുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രം അവൾ പോകുന്നത്, അടുത്ത് ഒരാളുടെ അടുത്ത് പോകുന്നത്. അതേപോലെ പരിചയമുള്ള അവൾക്ക് നല്ല അടുപ്പമുള്ള ആൾക്കാരുടെ അടുത്ത് അവൾ പോകുന്നു, അല്ലെങ്കിൽ അവൾ പോയില്ല. മോള് സംഭവം എങ്ങനെ അറിയുന്നത്? രാവിലെ അമ്മ എങ്ങനെ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം അത് നമ്മൾ രാത്രി 3 വെളുപ്പിലെ 4 മണിക്കായപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് വന്നായിരുന്നു, എൻ്റെ മുറിയിൽ വന്നായിരുന്നു. മുറിയിൽ വന്നപ്പോഴേ സംസാരിച്ച് ഞാൻ പെട്ടെന്ന് തിരിഞ്ഞ് അച്ഛൻ മരണ രാത്രി ഇതേപോലെ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ഞാൻ പെട്ടെന്ന് നെട്ടിയപ്പോൾ അച്ഛൻ ഇവിടെ ഇരുന്ന് എൻ്റെ അവൻ തളർന്നാണ്, അവൻ വയ്യാതെ ഇരിക്കുന്നു. അതുകൊണ്ട് അവൻ്റെ ഇതിൽ അവൻ്റെ തലയിൽ തലകോടി ഇങ്ങനെ സംസാരിക്കുന്നു. പിന്നെ അച്ഛൻ ഉറങ്ങില്ല. അച്ഛാന്ന് വെച്ചപ്പോൾ പറഞ്ഞു ഇല്ല മക്കളെ ഞാൻ അങ്ങനെ ഉറങ്ങണം. അമ്മ മിണ്ടിയില്ല, അമ്മ അവനോട് വിളിച്ചാച്ചോണ്ടിരിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും അച്ഛാ, നമുക്ക് പറയാനല്ലേ അറിയാം, അമ്മ കേട്ടാലല്ലേ എന്ന് പറഞ്ഞു. അമ്മ മിണ്ടുമായിരിക്കും, ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ അച്ഛൻ എന്തിനച്ഛാ വാല് തുറന്നിട്ടത്, അമ്മ കാണൂല, അമ്മയ്ക്ക് ദേഷ്യമാണെന്ന് അറിഞ്ഞത്. അമ്മ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞതാണ് എൻ്റെ മുന്നിൽ വന്ന് സംസാരിക്കരുതെന്ന് പറയണം, എൻ്റെ മുന്നിൽ വന്ന് അലക്കില്ലെന്ന് പറയണം, ഇങ്ങനെ അങ്ങോട്ട് നടക്കരുതെന്ന് പറയണം. അങ്ങനെയൊക്കെ പറഞ്ഞ് വിലക്കിയിരുന്നു എൻ്റെ അടുത്ത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അച്ഛൻ എന്തിനാ അച്ഛാ വാല് തുറന്നിട്ട്, അമ്മ കാണൂലെന്ന് പറഞ്ഞു. അവിടെ ഇരിക്കാൻ വന്നപ്പോൾ അവിടെ കസേര ഉണ്ടായിരുന്നു, നമ്മൾ കട്ടിൻ്റെ അവിടെ കസേര. അപ്പോൾ അത് കഥ ഒത്തിരി ചാരിന്ന് പറഞ്ഞ് കുറ്റിയുണ്ടാകുന്നത്. ചാരി അച്ഛവിടെ ഇരുന്നത് അമ്മ ഓടി വന്ന് എന്നെ അച്ഛനെ വെച്ച് പറഞ്ഞു. പെട്ടെന്ന് അതൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഇതായിപ്പോയി. അച്ഛൻ പിന്നെ ഒന്ന് കേൾക്കാതെ അച്ഛൻ വഴക്കൊന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അച്ഛൻ അടുക്കളയിലോട്ട് വെള്ളം എടുക്കാൻ വേണ്ടി വന്നിട്ട്, എന്നിട്ട് ഞാൻ ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്നെ വന്ന് അമ്മ അടിച്ചിട്ട് എന്നെ ഇവിടെ കട്ടിൽ തള്ളിയിട്ട് അടിച്ച് അവിടെ എൻ്റെ അനിയെ നെട്ടി എണീറ്റപ്പോൾ സ്പ്രേ ബോട്ടിൽ എടുത്ത് എറിയാൻ വേണ്ടി അമ്മ നിൽക്കുന്നത്. അപ്പോഴും അവിടെ വെച്ചിട്ടാണ് അമ്മ നേരെ ഓടി മേളിലോട്ട്. എൻ്റെ മൂത്തവ അവിടെ കട്ടിലുണ്ട്, അല്ലാതെ നെട്ട കിടക്കുകയായിരുന്നു, അവ അവിടെ താഴെ കിടക്കുകയാണ്. അമ്മ മേളിൽ അവനെ അനക്കാതെ മേളിൽ കിടക്കുകയാണ്. അവന് ഇവിടെ കിടക്കടാ സമയത്ത് അച്ഛൻ ചോദിച്ച് എന്ത് വെച്ചോക്കളോ ചോദിച്ചു. അച്ഛൻ വീട് ഞാൻ പറഞ്ഞ അച്ഛൻ ഇങ്ങനെയാണ് റെക്കോർഡൊക്കെ ഞാൻ കേൾപ്പിച്ചോട്ടെ. അച്ഛൻ ഇതും കൂടെ കേട്ടപ്പോൾ അച്ഛനെ എല്ലാം പോയി ഇങ്ങനെ നിൽക്കിയിരുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആ സമയത്ത് ഇങ്ങനെ നിന്ന് സംസാരിച്ച് എന്നിട്ട് പിന്നെ ഞാൻ അച്ഛൻ മേളിൽ കയറി പോയി. അവൻ വെളിയിൽ എന്തെങ്കിലും സംസാരിക്കും, അവനെ വല്ലതും വിളിച്ചു വരുത്താനാണോ എന്ന് തോന്നുന്നു. ഞാൻ പോയി നോക്കിയിട്ടെന്ന് പറഞ്ഞ് മേളിൽ കയറി കൂട്ടിയിരിക്കുന്നതുകൊണ്ട് മേളിൽ കയറിപ്പോയി. മേളിൽ കയറിപ്പോയി അവിടെ നിന്നപ്പോഴേക്കും ഇവിടെ ഞാൻ ഉമ്മി കിടക്കുകയായിരുന്നു. ഉമ്മി കിടക്കുന്ന അനിയത്തി ഇവിടെ കിടക്കുന്നു. അവരെല്ലാവരും എണീച്ചപ്പോൾ ഞാൻ സംസാരിച്ചു, ഉമ്മിയെടുത്ത് സംസാരിച്ചു. ഉമ്മി ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ പറയാമോ, ഒരു മോളെടുത്ത് അച്ഛനെ വെച്ച് ഇങ്ങനെയൊക്കെ പറയാമോ, ഒന്നിനും അങ്ങനെ മോശമായിട്ട് പറഞ്ഞു. അപ്പോഴച്ഛനെ വിളിച്ചപ്പോൾ പറഞ്ഞ് ശബ്ദം കൂടി മേളിലൊക്കെ കേൾക്കുന്നു, അപ്പുറത്തിപ്പുറത്തായിട്ട് അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നാണക്കേടാണടി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി അച്ഛപ്പയ്യ പറയാം. അന്ന് ഞാൻ വീണ്ടും ശബ്ദം കൂടിയിട്ട് വീണ്ടും വിളിച്ചു. അതേപോലെ വീണ്ടും ശബ്ദം കൂടിയിട്ട് അടുപ്പിച്ച് 3 വട്ടം വിളിച്ചു. അടുപ്പിച്ച് 3 വട്ടം വിളിച്ച് ഒരു 10 ഇത്ര മിനിറ്റ് ആയപ്പോഴേക്കും മേളിലൊരു ശബ്ദം കേട്ട് നമ്മൾ ഓടിപ്പോയപ്പോൾ ലൈറ്റിട്ട കാഴ്ച എന്ന് പറഞ്ഞു. അമ്മേന്ന് വെച്ചാൽ കുത്തുള്ള കാഴ്ച കണ്ടത്. എൻ്റെ അവൻ കാല് തട്ടിയപ്പോഴും അച്ഛൻ കഴുത്ത് പിടിച്ച് നിൽക്കണമെന്നാണ് വിചാരിച്ചത്. അറിഞ്ഞില്ല. അറിഞ്ഞ ഉടനെ അവൻ മാറ്റിയതെന്ന് അവൻ പറഞ്ഞു. ഇരുട്ടത്തായതുകൊണ്ട് അവൻ ശ്രദ്ധിച്ചില്ല. അവൻ പറഞ്ഞു അമ്മേനെ. അപ്പോഴും
കണ്ടില്ല, അല്ലെങ്കിൽ അമ്മേനെ ഞാൻ പിടിച്ച് അമ്മേനെ അല്ലെങ്കിൽ അച്ഛനെ പിടിച്ച് മാറ്റിയേരേന്ന് പറഞ്ഞു. ഇരുട്ടത്തായിരുന്നു, നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് ആ സമയത്ത് കാണുന്ന കാഴ്ച. അപ്പോഴാ വിറയതുകൊണ്ട് നമ്മൾ കളത് വിളിയെല്ലായിരുന്നപ്പോഴേക്കും ഉമ്മീനെ വിളിച്ചുകൊണ്ട് അനിയൻ വന്നു. അപ്പോഴേക്കും അച്ഛൻ ആ ബാത്റൂമിൽ പോയി കൈയ്യടിയിട്ട് അച്ഛൻ ഓടി. അനി എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ വരൂലെന്ന് പറഞ്ഞ് പോയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് സംസാരിച്ച്. അച്ഛനെ പറഞ്ഞു എന്തിനാ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്തേന്ന് പറഞ്ഞ് അച്ഛനടുത്ത് ഞാൻ കരഞ്ഞത്. അമ്മയെ വേണ്ടടി, അമ്മേനെ വേണ്ട, ഞാനും പോടും, നീ മക്കളെ വന്നിട്ടൊന്നും പറഞ്ഞുള്ള ഇതായിരുന്നു. എല്ലാം ഞാൻ ഈ എന്ത് ചെയ്ത് അറിഞ്ഞൂടാതെ ഞാനിങ്ങനെ പറഞ്ഞത്. അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛൻ കോള് കട്ട് ചെയ്തു. പക്ഷെ പോലീസിൽ നിന്ന് ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഞാൻ അച്ഛനെ കൊണ്ട് കട്ടാക്കില്ല, തോത്ത് നിർത്തിക്കാനില്ല. അമ്മ ഒരു വാക്ക് കേട്ടിരുന്നത് ഇങ്ങനെയൊക്കെ പറ്റുമായിരുന്നാന്ന് പറഞ്ഞ് നമ്മൾ കരയോട് വലിയ കരച്ചിലായിരുന്നു. അപ്പുറത്തിപ്പുറത്ത് ആരും കേട്ടില്ല. അപ്പുറത്തെ ആൾക്കാർ പറഞ്ഞു ഇത് ഒരു വാക്കി കൊണ്ട് വെളിയിൽ വന്നു. നമ്മൾ ഈ വിറയില നമ്മളെങ്ങനെ താഴെ ഇറങ്ങി വരുമെന്നുള്ള ഇതിലായിരുന്നു. അമ്മേനെ എങ്ങനെയെങ്കിലും എടുത്തോണ്ട് പോകാൻ പറ്റുമായിരുന്നെങ്കിൽ എടുത്തോണ്ട് പോയാൽ വണ്ടി ഉണ്ട്, അതിൽ പോയാലേ. അങ്ങനെ എന്തെന്നൊക്കെ ആലോചിച്ചൊക്കെ ഞാൻ എന്തെന്നറിയാം. അങ്ങനെ പോലീസ് വിളിച്ചിട്ട് പോലീസ് ഇവിടെ എത്തിയപ്പോഴേക്കും ഞാൻ അവിടെ വെളിയിൽ കസായിട്ടിൽ ഇവരിയ്ക്കുക അനങ്ങാൻ പറ്റാനുള്ള അവർ ചോദിക്കുന്നതിനുള്ള മാത്രം മറുപടിയാണ് പോലീസിനെ വിളിച്ചു പറഞ്ഞത്. ഞാനാ വിളിച്ചു പറഞ്ഞത്. അവർ പോലീസ് എത്തിയിട്ട് ആംബുലൻസ് എത്തിയില്ല. ആംബുലൻസ് പറഞ്ഞ് അവിടെ ഇവിടെയൊക്കെ പെട്ടെടുക്കണം നമ്മൾ പയ്യാണ്. അപ്പോഴേ പോലീസ് വന്ന് പോലീസ് ഇത് അലവടിക്കണം അവിടെ ഫോട്ടോയൊക്കെ എടുത്ത് എല്ലാം എടുത്തിട്ട് പോയിട്ട് ആംബുലൻസ് എടുത്ത് അമ്മേനെ എടുത്തോണ്ട് പോയപ്പോഴേ ഞാൻ കണ്ടത്, പോയത് ഞാൻ കണ്ടത്. അങ്ങനെ ഇപ്പോൾ പറയുന്നത് അവിടെ എത്തിയപ്പോഴേ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് വെച്ചത്. അതൊന്നും അറിയില്ല. പക്ഷേ അമ്മയുടെ കൈയൊന്നും അനക്കില്ല. അമ്മയുടെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയാണ് കിടക്കണം. അമ്മ വായും തുറന്നാണ് കണ്ണ് മുകളിലോട്ട്. അത് കാണുമ്പോഴറിയാം അമ്മ പോയത്. അത്രയ്ക്ക് ആഴത്തിൽ മുറിവില്ലായിരുന്നു. ചോര പുഴുങ്ങിയതൊക്കെ നമ്മളെല്ലാവരും കണ്ണിന് ഇതിലെല്ലാം കണ്ടത്. അത് ഷോക്ക് വിട്ട് ഇതൊക്കെ എല്ലാവരും അങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്ന് ചോദിച്ചപ്പോൾ നമുക്ക് പറയാനാ അതൊരു പറ്റില്ലായിരുന്നു. എല്ലാവരും ബന്ധം എല്ലാവരും ഇങ്ങനെ ചോദിച്ചു, അത് ചോദിച്ചു, ഇത് ചോദിച്ചു. നമ്മളാരും ആരുടെ പറഞ്ഞില്ല. പിന്നെ പരിചയമുള്ള ആൾക്കാർക്ക് കാര്യം പറഞ്ഞ് മനസ്സിലായി. പിന്നെ അവിടെ ഇവിടെ നിന്നൊക്കെ കേട്ടിട്ടൊന്നും അവിടെ വാർത്തയിലാണെങ്കിൽ അങ്ങനെ ഇങ്ങനെ ചെയ്തു അങ്ങനെ മറിച്ചു എന്നൊക്കെ പറഞ്ഞുള്ളതായിരുന്നു. നമുക്ക് ഇതൊക്കെ കേട്ടിട്ടാണെങ്കിൽ കഴിക്കാൻ പറ്റണില്ല. നമ്മൾ ഈ വാർത്തയിൽ ഇതെന്തൊക്കെയാണ് അമ്മേനെ കുറിച്ച് പറയണം, അച്ഛനെ കുറിച്ച് പറയണം എന്തൊക്കെ വിചാരിച്ചിട്ട് ഇതൊക്കെ ആയിരുന്നു. അച്ഛനും അമ്മയും ലിവിങ് ടുഗദറായിരുന്നു എന്നൊക്കെ. ലിവിങ് ടുഗദറായിരുന്നെങ്കിൽ നമ്മളെ കുട്ടികളൊന്നും വേണ്ടല്ലോ. അത് ഇങ്ങനെയൊക്കെ പറയേണ്ട എല്ലാ ആവശ്യമുണ്ട്. മനസ്സിലൊക്കെ നമ്മൾ എന്തൊരു ചെയ്യണമെന്നാലോചിച്ചാൽ നമ്മൾ ഇങ്ങനെയൊക്കെ വന്ന് ഇരിക്കുകയും പറയാം എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ എല്ലാവരും വന്ന് ബന്ധുക്കളൊക്കെ വന്ന് മക്കളെ ഇങ്ങോട്ട് നീ വന്ന് ഇവർക്ക് താങ്ങാൻ ഇനി കരഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇതായി പോവും എന്നൊക്കെ പറഞ്ഞു. ഞാൻ കരയാതെ നിന്ന് എല്ലാവരും ചെയ്യും. ഞാൻ കരയാതിരിക്കുന്നത് എൻ്റെ അനിയത്തി ഞാൻ കരയുടെ കണ്ടിട്ട് എൻ്റെ അനിയത്തി ഇരുന്ന് പൊട്ടിക്കരച്ചിരുന്നു. ഞാൻ കരയാതെ ഉണ്ടാകാതെ അവിടെയൊക്കെ കയറിയിരിക്കണം. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവരും മുഖത്ത് കള്ളച്ചിരിയിൽ മനസ്സിൽ കരച്ചിലാണ് പോയി. ഞാൻ എന്ത് ചെയ്യും ആലോചിച്ചിട്ട് അങ്ങോട്ടങ്ങനെ ആയിരിക്കും എന്ന് എനിക്കറിയില്ല. എന്നാൽ അവനെ വെറുതെ വിടന്നു. അവനെ ഒരിക്കലും വെറുതെ വിടരുത്. പോലീസ് വന്നാലും ഞാൻ പറയും അവനെ വെറുതെ വിടല്ലെന്ന് ഞാൻ പറയും.